മാതാപിതാക്കൾ ആരാണ്? അവർ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തണേ മക്കളെ എന്ന് പഠിപ്പിച്ചതുകൊണ്ട് ലോകത്തെ ബുദ്ധസദനങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ. ആ ബുദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവുള്ള ജനത മുസ്ലിങ്ങളാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപമെന്നും മാതാവിന്റെ കാലടിയിലാണ് സ്വർഗമെന്നും വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടത് ആരോടാണ് എന്ന പ്രവാചക ശിഷ്യന്റെ ചോദ്യത്തിന് സുമ്മമൻ 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 എന്നാവർത്തിച്ച് ചോദിച്ചപ്പോഴും ഉമ്മുക്ക 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 എന്ന് പഠിപ്പിക്കപ്പെടുകയായിരുന്നു. സഹോദര, മാതാവിന്റെ പ്രാധാന്യം അതായിരുന്നു. കഞ്ചാവടിച്ച്, അതുപോലെ ഇവിടെയുള്ള പെത്തടിനടിച്ച്, സിന്തറ്റിക് ലഹരികൾ അടിച്ച് സ്വന്തം മാതാവിനെ, 10 മാസം നൊന്ത് പ്രസവിച്ച മാതാവിനെ, 2 കൊല്ലം പാലൂട്ടിയ മാതാവിനെ, സ്വന്തം വിവാഹത്തിന് വേണ്ടി മഹർ പോലും സംഘടിപ്പിച്ചു വെച്ച മാതാവിനെ, വീട് വീടാന്തരം കയറി അധ്വാനിച്ച് തൊഴിലെടുത്ത മാതാവിനെ കടാര കൊണ്ട് കത്തി കൊണ്ട് വെട്ടിനുറുക്കുന്ന താമരശ്ശേരിയിലെ സംഭവം, കട്ടപ്പനയിൽ അമ്മയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത മകന്റെ കഥകൾ, ഇക്കഴിഞ്ഞ 3 മാസം കേരളത്തിന്റെ സാംസ്കാരിക തലങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് കടന്നുപോയ കൊലപാതകങ്ങൾ. ഈ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? കഞ്ചാവിന്റെ ഉപയോഗം കൊണ്ടാണ്. ആർണോൾഡ് ടോയംബിയുടെ ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥം ലഹരിയെ കുറിച്ച് പ്രസംഗിക്കുകയും ലഹരി മുക്തമായ ലോകത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തെ നിലജീവിച്ച ആ പ്രവാചകനെ പോലെ വിജയം കണ്ടെത്തിയ വേറൊരു ജനപദവും ഒരു ജനനായകനും ഒരു മാതൃകായോഗ്യനും ഒരു വചനസാഗരത്തിന്റെ ചക്രവർത്തിയും ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല.